സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമജടസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 70ാമത്തെ ദശകമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അടുത്തതായിട്ട് 71 കേശി എന്ന അസുരനെ കൊന്നതുകൊണ്ട് ഭഗവാന് കേശവൻ എന്ന പേര് കിട്ടിയെന്ന വൃത്താന്തത്തെ പറയണം. കേശവ കേശിഹ ഹരി എന്ന് സഹസ്രനാമം. കേശവൻ കേശിഹ, കേശിഹ എന്ന് പറഞ്ഞാൽ കേശിയെ കൊന്നവൻ, ഹ എന്ന് പറഞ്ഞാൽ കൊന്നവൻ എന്നർത്ഥം. ഹന്താവ് എന്നുള്ള ധാതു എന്ന് വരികയാണ്. അതുകൊണ്ട് ഈ ഗജ എന്ന് പറഞ്ഞാൽ ആനയാണ്, ഗജഹ എന്ന് പറഞ്ഞാൽ ആനയെ കൊന്നവനാവും. അതാണ് ആവശ്യമില്ലാത്തടത്ത് വിസർഗം ഹകാരം കൂട്ടി പറയരുത്. ഗജ എന്നേ പറയാൻ പാടൂ. ഗജ എന്ന് പറഞ്ഞ് കാറ്റ് പോകണം. ഗജ ഗജ ഹ എന്ന് പറഞ്ഞ അർത്ഥം മാറി. അതുകൊണ്ട് വിസർഗങ്ങളൊന്നും തന്നെ ഹ ചേർത്ത് പറയരുത്. പറഞ്ഞാൽ അവിടെ ഒരു മാത്ര കൂടും ചെയ്യും, അർത്ഥവും മാറും. ഇപ്പം കേശിഹ എന്ന് പറഞ്ഞാൽ കേശിയെ കൊന്നവൻ, ഗജഹ എന്ന കുതിരയെ കൊന്നവൻ. ഓരോ ജീവികളോട്ട് ഹ എന്ന് പറഞ്ഞാൽ അവിടെ കൊന്നവൻ. അവിടെയാണ് കേശിഹ കേശവ കേശിഹ ഹരി. സജ്ഞേഷു സർവേഷ്വഭിനാവകേശി കേശി സബോജേഷി ദുരിഷ്ടബന്ധു. വൃത്തം ഇന്ദ്രവജ്ര. ഇന്ദ്രവജ്ര വേറെ, ഉപേന്ദ്രവജ്ര വേറെ. ഇത് ഇന്ദ്രവജ്രയാണ്. ത്വാം സിന്ധുജാവാപ്യ ഇതീവമത്വ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപ. കട്ടേരിപ്പാടിൻ്റെ ഭാവനയാണ് കേട്ടോ സിന്ധുജഭാജിരൂപ. ഈ കുതിരയ്ക്ക് പണ്ടത്തെ ഒരു വിശ്വാസപ്രകാരം കടലിൽ നിന്നുണ്ടായതാണെന്നാണ്. വരുണനാണ് കുതിരയുടെ അധിപൻ. എല്ലാ കുതിരകളുടെ ആധിപത്യം വരുണനുണ്ട്. സമുദ്രത്തിൽ നിന്നും ഉണ്ടായതാണത്രേ കുതിര എന്നാണ് പണ്ടത്തെ ഒരു സങ്കല്പം. ശരിയോ തെറ്റോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അവിടേക്കൊന്നും ഇപ്പോൾ കടക്കണ്ട. പണ്ട് അങ്ങനെ പറയുക. അതുകൊണ്ട് സിന്ധുജം എന്നീ കുതിരയ്ക്കൊരു പേരുണ്ട്. സിന്ധുജ എന്ന് പറഞ്ഞാൽ സിന്ധു ദേശത്ത് ജനിച്ചത് എന്നുള്ള അർത്ഥമുണ്ട്. അതേ സമയത്ത് ഈ സിന്ധുജ എന്ന് പറഞ്ഞ വാക്കിന് അവിടെ ആരിപ്പോൾ പേരിട്ട് കാണാറില്ലേ? സിന്ധുജ, സിന്ധു എന്ന് പേരിടാറുണ്ട് അല്ലേ, പക്ഷെ സിന്ധുജ പേരിടാറില്ല. സിന്ധു ദേശത്ത് ജനിച്ചവർ എന്നാണ് അർത്ഥം കുതിര. അപ്പം ആ ഒരു കുതിരയെ ഭഗവാനുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട് ഒരു കണക്കിന് എന്ന് കരുതി സിന്ധുജക്കാർക്കൊക്കെ കിട്ടും. അപ്പോൾ ഈ സിന്ധുജ എന്ന് പറഞ്ഞാൽ കടലിൽ നിന്നുണ്ടായത് എന്നുള്ള അർത്ഥമാണ്. ലക്ഷ്മി ദേവിക്കും സിന്ധുജ എന്ന് പറയും. അപ്പോൾ ഭഗവാനെ എപ്പോഴും ലക്ഷ്മി ദേവിക്ക് കിട്ടുമല്ലോ. ലക്ഷ്മി നിശങ്ക ലീലാനിലയനം. ലക്ഷ്മിക്ക് സങ്കോചം കൂടാതെ ലീലാവിലാസങ്ങൾ നടത്തി കളിക്കാൻ പറ്റിയ ശരീരമാണ് ഭഗവാന്റെ. നിശങ്ക ലീലാനിലയനമാണ്. അപ്പം സിന്ധുജ അവാപ്യ, അവാപ്യ കിട്ടും, ലക്ഷ്മി ദേവിക്ക് കിട്ടുന്നവൻ എന്നർത്ഥം. സിന്ധുജ എന്ന് പറഞ്ഞാൽ കുതിര എന്നുള്ള അർത്ഥമുണ്ട്. സിന്ധുജയ്ക്ക് കിട്ടും എന്നുള്ള നിലയ്ക്ക് തനിക്കും കിട്ടും. കാരണം താനും ഒരു സിന്ധുജനാണ്. ആദ്യത്തെ സിന്ധുജയ്ക്ക് അർത്ഥം ലക്ഷ്മി, രണ്ടാമത്തെ സിന്ധുജയ്ക്ക് അർത്ഥം കുതിര. സിന്ധുജാവാപ്യ ഇതീവ മത്വ, ഒരു സരസത്വമാണത്. ലക്ഷ്മി ദേവിക്ക് പ്രാപ്യനാണ്, സിന്ധുജയ്ക്ക് പ്രാപ്യനാണ്, താനും ഒരു സിന്ധുജനാണ്, സിന്ധു ദേശത്ത് ജനിച്ച കുതിര എന്ന് കരുതി സിന്ധുജാവാപ്യനാണ് ഭഗവാൻ എന്ന് കരുതിയിട്ടാവോ നിശ്ചയില്ല
കുതിരയുടെ വേഷത്തെ സിന്ധുജയുടെ വേഷത്തെ സ്വീകരിച്ചത്. സംപ്രാപ്തവാൻ സിന്ധുജവാജി രൂപ, സിന്ധുദേശത്ത് ജനിച്ചതായിരിക്കുന്ന കുതിരയുടെ രൂപത്തെ സ്വീകരിച്ചു. സിന്ധുജ, ഇത് ശ്രേഷ്ഠമായിട്ടുള്ള കുതിരയെന്നാണ് പറയുക. ഏറ്റവും ശ്രേഷ്ഠമുള്ള കുതിരയാണ് അത്രയും സിന്ധു പ്രദേശത്ത് ജനിച്ച കുതിര എന്നാണ് പണ്ട് പറയുക. അങ്ങനെ അങ്ങയുടെ അടുത്തേക്ക് വന്നു. പിന്നെ ആദ്യത്തെ ഭാഗം എന്തൊക്കെയാണ് പറഞ്ഞത്? യത്നേഷു ന അവകേശി സർവേഷു അഭി, എല്ലാ പ്രവൃത്തികളിലും ബലസിദ്ധി കൈവന്നവനും, എല്ലാ പ്രയത്നങ്ങളും യത്നേഷു സർവേഷു യത്നേഷു ന അവകേശി, തോൽവിയില്ലാത്തവൻ, സർവയത്നേഷു ന അവകേശി, തോൽവിയില്ലാതെ ബലസിദ്ധി നേടുന്നവനും. വിശേഷമാണ്, കേശിയുടെ വിശേഷണമാണ്. ഭോജേശിതു, ഇഷ്ടബന്ധു, വളരെ എളുപ്പമുണ്ട്. കംസൻ്റെ ഇഷ്ടബന്ധുവും ആയ, കംസൻ്റെ ഇഷ്ടബന്ധുവും എല്ലാ പ്രവൃത്തിയിലും ബലം ഉണ്ടാക്കുന്നവനും ഫലസിദ്ധി നേടുന്നവനും ആയ സാ കേശി, ആ കേശി എന്ന ദുഷ്ടൻ എന്തുണ്ടായി? അങ്ങയുടെ അടുത്തേക്ക് വന്നു. ത്വാം സംപ്രാപ്തവാൻ, അങ്ങയുടെ അടുത്തേക്ക് എത്തി. സംപ്രാപ്തവാൻ, എത്തിച്ചേർന്നു. എന്ത് വിചാരിച്ചിട്ട്? ത്വം സിന്ധുജ അവാപ്യ ഇതി മത്വ ഇവ, ഓ സിന്ധുജയ്ക്ക് കിട്ടും ഭഗവാനെ ഉറപ്പാ. സിന്ധുജ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി, കടലിൽ നിന്ന് ജനിച്ചവൾ. അതുകൊണ്ടാണ് സിന്ധുജ പേര് വന്നത്. കടലിൽ നിന്നാണ് അത്ര ഉണ്ടായത് ലക്ഷ്മി ദേവി. താനും ഒരു സിന്ധുജനായിട്ടാണ് പോയാൽ വേഗം കൊല്ലാൻ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാവാം ത്വം സിന്ധുജ അവാപ്യ ഇതീവ മത്വ സിന്ധുജവാജിരൂപ ത്വാം സംപ്രാപ്തവാൻ. സിന്ധുജ, സിന്ധുദേശത്ത് ജനിച്ച കുതിരയുടെ വേഷത്തിൽ അങ്ങയുടെ അടുത്തേക്ക് സംപ്രാപ്തവാൻ, എത്തിച്ചേർന്നു. കേശിയുടെ വിശേഷമാണ്. യത്നേഷു സർവേഷവി നാവകേശി കേശി. പിന്നെ കേശിയുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഭോജേശിതൊരിഷ്ടബന്ധു കേശി, കംസൻ്റെ ഇഷ്ടനുമായ കേശി. ത്വാം സംപ്രാപ്തവാൻ, അങ്ങയുടെ അടുത്തേക്ക് എത്തി. എന്ത് വിചാരിച്ചിട്ട്? ത്വം സിന്ധുജ അവാപ്യ ഇതീവ മത്വ സിന്ധുജവാജിരൂപ, സിന്ധുജന് കിട്ടുന്നവനാണ് എന്ന് കരുതി സിന്ധുജൻ്റെ വേഷം ധരിച്ചിട്ട് ത്വം സംപ്രാപ്തവാൻ, അങ്ങയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഗന്ധർവതാമേഷ ഗതോപിരൂക്ഷൈർ നാദേ സമുദ്ദേജിത സർവലോക ഭവദ്വിലോകാവധികോ ഭവാടിം പ്രമർദ്യ പാപ പുനരാപതത്വാം. എങ്ങനെയൊക്കെയാ അവൻ്റെ വരവ് എന്നാണെങ്കിൽ, ഏഷ പാപിഷ്ടനാണ്, നല്ലതൊന്നും തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അസുരന്മാർക്കത് കഴിയില്ലല്ലോ. ഗന്ധർവതാം ഗതാ അപി, ഗന്ധർവനായിട്ട് തീർന്നിട്ടുണ്ടെങ്കിലും അവിടെയും ഗന്ധർവൻ്റെ നാനാർത്ഥം പ്രയോഗിക്കുക. ഈ ഗന്ധർവത എന്നുള്ള വാക്കിന് കുതിര എന്നൊരർത്ഥമുണ്ട്. അതേ സമയത്ത് പാടുക, ഗന്ധർവന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ഏർപ്പാടാണല്ലോ പാട്ട്. ആ ശബ്ദം ഗന്ധർവ എന്നുള്ള വാക്കിന് ചേരും. അപ്പം ഇവിടെ ഗന്ധർവതാമേഷ ഗതോപി രൂക്ഷൈർനാദേ, യോജിക്കണില്ല. സ്വഭാവം കൊണ്ട് ഗന്ധർവത യോജിക്കണില്ല, രൂപം കൊണ്ടേ യോജിക്കുന്നുള്ളൂ. രൂപം എന്ന് പറഞ്ഞാൽ എന്താ? കുതിര. ഗന്ധർവത എന്ന് പറഞ്ഞാൽ എന്താ? കുതിര. അപ്പോൾ കുതിരയുടെ വേഷം കെട്ടി ഗന്ധർവത, കുതിരയുടെ വേഷം ഗന്ധർവത, ഗന്ധർവ വേഷം കെട്ടിയിട്ട് ഗതോവി. അത് ശരിക്കും ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ എന്താ? നന്നായി പാടുന്നവരെയാണ് നമ്മൾ ഗാനഗന്ധർവന്മാരെന്ന് പറയുക അല്ലേ. ഗാനഗന്ധർവൻ എന്നാ പറയുക യേശുദാസിനെയൊക്കെ. തുറന്ന സംഗീതമാണ്.
അപ്പോൾ അങ്ങനത്തെവരാണ് ശരിക്കും ഗന്ധർവന്മാർ, ഗാനഗന്ധർവൻ. ഗന്ധർവൻ്റെ അവതാരമെന്നും കൂടി പറയണവരുണ്ട് യേശുദാസ്. അപ്പോൾ ഗന്ധർവത ഏതൊരാൾ പ്രാപിച്ചുവോ അവൻ മധുരമായി പാടുക വേണ്ടത്. ഗന്ധർവത പ്രാപിച്ചവരൊക്കെ പാട്ട് പാടണം, മധുര സംഗീതം ആലപിക്കണം. പക്ഷെ ഇവിടെയോ അതാണ് വിരോധാഭാസം. ഗന്ധർവതാമേഷഗതോപി. അപ്പോൾ ഗന്ധർവത എന്നുള്ള അർത്ഥത്തിന് ഏതർത്ഥം എടുക്കണം? കുതിരേണേ, അല്ലാണ്ട് ഗന്ധർവനൊന്നുമല്ല. അവിടെ ഗന്ധർവ വേഷം ധരിച്ചവനാണെങ്കിലും മധുരഗാന വേണ്ടത്. അതിനു പകരം രൂക്ഷൈർനാദൈ, കേൾക്കാൻ തന്നെ പ്രയാസമുള്ള ശബ്ദങ്ങൾ. കർണ കഠോരമുണ്ട്, കർണ മധുരമുണ്ട്, ഇല്ലേ? കർണാനന്ദകരമുണ്ട്. പാടാറിയാത്തൊരു പാടിയ രൂക്ഷവും ഇടയ്ക്ക്, നമ്മളൊക്കെ പാടിയ ഇടയ്ക്ക് കർണ കഠോരായി എന്ന് വരും, ഇല്ലേ? പക്ഷേ പഠിച്ചവരോ സുന്ദരമായിട്ട് പാടുമ്പോഴോ കർണ ആനന്ദകരവും. ഇവിടെ ഗന്ധർവത പ്രാപിച്ചിട്ടും ഈ കേശി രൂക്ഷ ശബ്ദങ്ങളാണ് പുറപ്പെടുവിച്ചത്. രൂക്ഷൈ നാദൈ സമുദ്ദേശിത സർവലോക. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ചെവിക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അപശബ്ദങ്ങളും കഠോര അലറിച്ചകളും ഉണ്ടാക്കി. എന്നിട്ടോ ഭവത് വിലോകാവധി ഗോപവാടിം, അങ്ങയാൽ പാലിക്കപ്പെടുന്ന ഗോപലോകത്ത്, ഗോകുലത്തിൽ എത്തിച്ചേർന്നു. പ്രമർദ്യ പാപ പുനരാപതത്വം, അവിടെ മുഴുവനെ നാനാവിധാക്കുക എന്ന് പറയുമല്ലോ. തകർക്കുക, ചെടികൾ നശിപ്പിക്കുക, മരങ്ങൾ നശിപ്പിക്കുക, ആൾക്കാരെ പേടിപ്പെടുത്തുക, മണ്ണ് തെറിപ്പിക്കുക, കല്ല് തെറിപ്പിക്കുക, എങ്ങനെയൊക്കെ കുഴപ്പങ്ങളുണ്ടാക്കാം. അങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാക്കി അവിടെ ആകെ തകർത്ത് അമ്പാടിയിലേക്ക് അങ്ങയെ അന്വേഷിച്ച് വന്നു. അവന് പോവാനുള്ള സമയമായി. അതുകൊണ്ടാണ് കൃഷ്ണനെ തേടി വരാൻ തോന്നിയത്. ഗന്ധർവതാമേഷഗതോപി രൂക്ഷേർനാദേർ. ഗന്ധർവനായ നല്ല ശബ്ദം ഉണ്ടാക്കണ്ട്. ഇവിടെ വിപരീതം ഉണ്ടായത്. രൂക്ഷേർനാദേ സമുദ്ദേശിത സർവലോക, എല്ലാവർക്കും കർണശല്യത്തെ ഉണ്ടാക്കിക്കൊണ്ട് രൂക്ഷനാദങ്ങൾ പുറപ്പെടുവിച്ച്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പ അങ്ങയാൽ രക്ഷിക്കപ്പെടുന്ന ഗോകുലത്തിലെത്തിച്ചേർന്നു. ഭവത് വിലോകാവധി, അങ്ങ് നോക്കി നടത്തുന്ന ഗോകുലം, അങ്ങയുടെ കസ്റ്റഡിയിലാണല്ലോ ഗോകുലം. ഗോപവാടിം പ്രമർദ്യ, അവിടെയുള്ള തോട്ടങ്ങൾ, വാടി തോട്ടങ്ങളൊക്കെ മർദ്ദിച്ചിട്ട്, ഹനുമാനെ പോലെയാക്കി നശിപ്പിച്ചിട്ട് പാപനായിരിക്കുന്നവൻ അങ്ങയുടെ അടുത്തേക്ക് വന്നു. ഈ ഭഗവാൻ അവനെ വധിക്കുന്നതിനെ പറയുകയാണ്. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.